ഹായ്, ഗുഡ് മോർണിംഗ്. ഇന്ന് നമുക്ക് നോക്കാനുള്ള കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്നത് നവംബർ 13-ലേതാണ്. നോക്കാം നമുക്ക്. അന്റാർട്ടിക്കയിൽ നിലവിൽ വരുന്ന ഇന്ത്യയുടെ പുതിയ റിസർച്ച് സ്റ്റേഷൻ എന്ന് പറയുന്നത് മൈത്രി 2 ആണ്. മൈത്രി 2 എന്താണ്? അന്റാർട്ടിക്കയിൽ നിലവിൽ വരുന്ന ഇന്ത്യയുടെ പുതിയ റിസർച്ച് സ്റ്റേഷനാണ്. അപ്പൊ ഇന്ത്യയുടെ പുതിയ റിസർച്ച് സ്റ്റേഷൻ ഏതാണ്? മൈത്രി 2. എവിടെ നിലവിൽ വരുന്നത്? അന്റാർട്ടിക്കയിൽ. രാജ്യത്തെ ആദ്യ സിൽക്ക് മ്യൂസിയം നിലവിൽ വരുന്നത് അത് മൈസൂരാണ്. രാജ്യത്തെ ആദ്യ സിൽക്ക് മ്യൂസിയം നിലവിൽ വരുന്നത് എവിടെയാണ്? മൈസൂരാണ്. മെഗാചൈൽ ലൂസിഫർ എന്ന ഇനം തേനീച്ചകളെ കണ്ടെത്തിയ രാജ്യം ഓസ്ട്രേലിയ. മെഗാചൈൽ ഏതാണ്? ഹാക്കിരിയാപ്പിസ് ഇനത്തിൽ കേട്ടോ. മെഗാചൈൽ ലൂസിഫർ എന്ന ഇനം തേനീച്ചകളെ കണ്ടെത്തിയ രാജ്യം ഓസ്ട്രേലിയ. ലോകത്തിലെ ഏറ്റവും വലിയ ചിലന്തിവല കണ്ടെത്തിയ അൽബേനിയ ഗ്രീസ് അതിർത്തിയിലെ ഗുഹ. ലോകത്തിലെ ഏറ്റവും വലിയ ചിലന്തിവല കണ്ടെത്തിയ അൽബേനിയ ഗ്രീസ് അതിർത്തിയിലെ ഗുഹ സൾഫർ ഗുഹ. സൾഫർ ഗുഹ എന്താണ്? ലോകത്തിലെ ഏറ്റവും വലിയ ചിലന്തിവല കണ്ടെത്തിയ അൽബേനിയ ഗ്രീസ് അതിർത്തിയിലെ ഗുഹയാണ്. ഇനി മൂഡീസിന്റെ പുതിയ റിപ്പോർട്ട് പ്രകാരം 2027-ൽ ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ച 6.5%. മൂഡീസിന്റെ പുതിയ റിപ്പോർട്ട് പ്രകാരം 2027-ൽ ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ച 6.5%. അടുത്തത്, പൊതുജനങ്ങൾക്ക് സിവിൽ വ്യവഹാരങ്ങളിലും ഗുരുതരമല്ലാത്ത ക്രിമിനൽ തർക്കങ്ങളിലും അതിവേഗ പരിഹാരത്തിനായുള്ള കേരള സ്റ്റേറ്റ് ലീഗൽ സർവീസസ് അതോറിറ്റി ആരംഭിച്ച പദ്ധതിയാണ് സമയം പദ്ധതി. പൊതുജനങ്ങൾക്ക് സിവിൽ വ്യവഹാരങ്ങളിലും ഗുരുതരമല്ലാത്ത ക്രിമിനൽ തർക്കങ്ങളിലും അതിവേഗ പരിഹാരത്തിനായുള്ള കേരള സ്റ്റേറ്റ് ലീഗൽ സർവീസസ് അതോറിറ്റി ആരംഭിച്ച പദ്ധതി സമയം പദ്ധതി. സമയം പദ്ധതി എന്താണ്? പൊതുജനങ്ങൾക്ക് സിവിൽ വ്യവഹാരങ്ങളിലും ഗുരുതരമല്ലാത്ത ക്രിമിനൽ തർക്കങ്ങളിലും അതിവേഗ പരിഹാരത്തിനായുള്ള കേരള സ്റ്റേറ്റ് ലീഗൽ സർവീസസ് അതോറിറ്റി ആരംഭിച്ച പദ്ധതിയാണ് സമയം പദ്ധതി എന്ന് പറയുന്നത്. ഹരിയാന സംസ്ഥാന വനിതാ കമ്മീഷന്റെ ബ്രാൻഡ് അംബാസിഡറായി നിയമിതനായ ഇന്ത്യൻ ക്രിക്കറ്റ് താരം ഷഫാലി വർമ്മ. ഷഫാലി വർമ്മയാണ് ഹരിയാന സംസ്ഥാന വനിതാ കമ്മീഷന്റെ ബ്രാൻഡ് അംബാസിഡറായി നിയമിതനായ ഇന്ത്യൻ ക്രിക്കറ്റ് താരം. ഹരിയാന സംസ്ഥാന വനിതാ കമ്മീഷന്റെ ബ്രാൻഡ് അംബാസിഡറായി നിയമിതനായ ഇന്ത്യൻ ക്രിക്കറ്റ് താരം ചോദിച്ചാൽ ഷഫാലി വർമ്മയാണ്. ഷഫാലി വർമ്മ. ജർമ്മൻ വാച്ച് പുറത്തുവിട്ട ക്ലൈമറ്റ് റിസ്ക് ഇൻഡെക്സ് 2026 പ്രകാരം 1995-2024 കാലഘട്ടത്തിൽ പ്രകൃതി ദുരന്തങ്ങൾ ഏറ്റവും കൂടുതൽ ബാധിച്ച രാജ്യം ഡൊമിനിക്ക. ഏതാണ്? ജർമ്മൻ വാച്ച് പുറത്തുവിട്ട ക്ലൈമറ്റ് റിസ്ക് ഇൻഡെക്സ് 2026 പ്രകാരം 95-2024 കാലഘട്ടത്തിൽ പ്രകൃതി ദുരന്തങ്ങൾ ഏറ്റവും കൂടുതൽ ബാധിച്ച രാജ്യം ഡൊമിനിക്കയാണ്. 2026-ലെ വനിതാ പുരുഷ ലോകകപ്പ് ഹോക്കി മത്സരങ്ങളുടെ വേദി ബെൽജിയം. നെതർലൻഡിലെ ബെൽജിയമാണ് 2026-ലെ വനിതാ പുരുഷ ലോകകപ്പ് ഹോക്കി മത്സരങ്ങളുടെ വേദി എന്ന് പറയുന്നത്. അടുത്തത്, 68ാമത് ഗ്രാമി അവാർഡിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ഇന്ത്യയിൽ നിന്നുള്ള ആത്മീയ ആൽബം സൗണ്ട്സ് ഓഫ് കുംബ. 68ാമത് ഗ്രാമി അവാർഡിലേക്ക്, എത്രാമത്തെ ഗ്രാമി അവാർഡിലേക്ക്? 68ാമത് ഗ്രാമി അവാർഡിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ഇന്ത്യയിൽ നിന്നുള്ള ആത്മീയ ആൽബമാണ് സൗണ്ട്സ് ഓഫ് കുംബ എന്ന് പറയുന്നത്. എന്താണ് സൗണ്ട്സ് ഓഫ് കുംബ എന്ന് പറയുന്നത്? സംവിധാനം സിദ്ധാന്ത് ഭാട്ടിയ. ആരാണ് സംവിധാനം ചെയ്തത്? സിദ്ധാന്ത് ഭാട്ടിയയാണ് സംവിധാനം ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോ 68ാമത് ഗ്രാമി അവാർഡിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ഇന്ത്യയിൽ നിന്നുള്ള ആത്മീയ ആൽബം സൗണ്ട്സ് ഓഫ് കുംബയാണ്. അടുത്തിടെ അന്തരിച്ച പ്രമുഖ പരിസ്ഥിതി പ്രവർത്തകയും പത്മശ്രീ പുരസ്കാര ജേതാവും സാലുമരദ തിമ്മക്ക. എന്താണ് സാലുമരദ തിമ്മക്ക? 114 വയസ്സാണ് കേട്ടോ. അടുത്തിടെ അന്തരിച്ച പ്രമുഖ പരിസ്ഥിതി പ്രവർത്തകയും പത്മശ്രീ പുരസ്കാര ജേതാവുമായിരുന്നു സാലുമരദ തിമ്മക്ക എന്ന് പറയുന്നത്. സാലുമരദ തിമ്മക്ക 114 വയസ്സായിരുന്നു. ട്രീ വുമൺ ഓഫ് ഇന്ത്യ എന്ന് അറിയപ്പെടുന്നത് സാലുമരദ തിമ്മക്കയാണ്. ട്രീ വുമൺ ഓഫ് ഇന്ത്യ എന്ന് അറിയപ്പെടുന്നത് സാലുമരദ തിമ്മക്കയാണ്. സാലുമരദ തിമ്മക്ക പെട്ടെന്ന് ഓർക്കാൻ വേണ്ടിയിട്ടാണ് വീണ്ടും അതിങ്ങനെ റിപ്പീറ്റ് ചെയ്യുന്നത് കേട്ടോ. 2019-ൽ പത്മശ്രീ ലഭിച്ചു. ഓക്കെ, പത്മശ്രീ ലഭിച്ചു നമ്മൾ പറഞ്ഞു. പ്രമുഖ പരിസ്ഥിതി പ്രവർത്തകയാണെന്നറിയാം. അപ്പൊ എന്താണ്? സാലുമരദ തിമ്മക്ക് എത്ര വയസ്സായിരുന്നു? 114 വയസ്സായിരുന്നു. ട്രീ വുമൺ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നു. ഏത് വർഷത്തിലാണ് പത്മശ്രീ ലഭിച്ചത്? 2019-ൽ.
ഓക്കെ ആണല്ലോ. ഇനി ചന്ദ്രപതി രാമായണം എന്ന 15-ാം നൂറ്റാണ്ടിലെ ബംഗാളി കാവ്യത്തിന്റെ ഹൃദ്യമായ മലയാള പരിഭാഷ നിർവഹിച്ചത് ഗീതാഞ്ജലി കൃഷ്ണനാണ്. ഗീതാഞ്ജലി കൃഷ്ണനാണ് ചന്ദ്രപതി രാമായണം എന്ന 15-ാം നൂറ്റാണ്ടിലെ ബംഗാളി കാവ്യത്തിന്റെ ഹൃദ്യമായ മലയാള പരിഭാഷ നിർവഹിച്ചത്. ഗീതാഞ്ജലി കൃഷ്ണൻ ചന്ദ്രപതി രാമായണം എന്ന 15-ാം നൂറ്റാണ്ടിലെ ബംഗാളി കാവ്യത്തിന്റെ ഹൃദ്യമായ മലയാള പരിഭാഷ നിർവഹിച്ചത് ഗീതാഞ്ജലി കൃഷ്ണനാണ്. ആദ്യത്തെ ബംഗാളി കവയിത്രിയാണ് അല്ലെ, കവയിത്രിയാണ് ചന്ദ്രപതി. ആദ്യത്തെ ബംഗാളി കവയത്രിയാണ് ആര്? ചന്ദ്രപതി എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. ഓക്കെ, അപ്പൊ ചന്ദ്രപതി രാമായണം എന്ന 15-ാം നൂറ്റാണ്ടിലെ ബംഗാളി കാവ്യത്തിന്റെ ഹൃദ്യമായ മലയാള പരിഭാഷ ആരാ നിർവഹിച്ചത്? പറഞ്ഞേ, ഗീതാഞ്ജലി കൃഷ്ണനാണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇന്ന് പഠിക്കാനുള്ളത്. ഇതിന്റെ എക്സാം 11:30 പോൾ എക്സാം ആയിട്ട് ലക്ഷ്യയുടെ ടെലഗ്രാം ചാനലിൽ ഉണ്ടായിരിക്കുന്നതായിരിക്കും. അപ്പൊ എന്ത് ചെയ്യുക, അത് നന്നായിട്ട് പോയി അറ്റൻഡ് ചെയ്യുക. അതിനു മുന്നേ നമുക്ക് ഒന്നുകൂടെ റിവൈസ് ചെയ്യാം. അന്റാർട്ടിക്കയിൽ നിലവിൽ വരുന്ന ഇന്ത്യയുടെ പുതിയ റിസർച്ച് സ്റ്റേഷൻ മൈത്രി 2 എവിടെയാണ്? അന്റാർട്ടിക്കയിൽ നിലവിൽ വരുന്ന ഇന്ത്യയുടെ പുതിയ റിസർച്ച് സ്റ്റേഷൻ ഏതെന്ന് ചോദിച്ചാൽ മൈത്രി 2. രാജ്യത്തെ ആദ്യ സിൽക്ക് മ്യൂസിയം നിലവിൽ വരുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ എവിടെ പറയും? മൈസൂർ. രാജ്യത്തെ ആദ്യ സിൽക്ക് മ്യൂസിയം നിലവിൽ വരുന്നത് മൈസൂരാണ്. മെഗാചെയിൽ ലൂസിഫർ എന്ന ഇനം തേനീച്ചകളെ കണ്ടെത്തിയ രാജ്യം? മെഗാചെയിൽ ലൂസിഫർ ഹാക്കിരിയാപ്പിസ്. ഓക്കെ, ഈ തേനീച്ചകളെ കണ്ടെത്തിയ രാജ്യം ഓസ്ട്രേലിയയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ചിലന്തി വല കണ്ടെത്തിയ അൽബേനിയ ഗ്രീസ് അതിർത്തിയിലെ ഗുഹ? ലോകത്തിലെ ഏറ്റവും വലിയ ചിലന്തി വല കണ്ടെത്തിയ അൽബേനിയ ഗ്രീസ് അതിർത്തിയിലെ ഗുഹ ഏതാണ്? സൾഫർ ഗുഹ. മൂഡീസിന്റെ പുതിയ റിപ്പോർട്ട് പ്രകാരം 2027 ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ച 6.5%. പൊതുജനങ്ങൾക്ക് സിവിൽ വ്യവഹാരങ്ങളിലും ഗുരുതരമല്ലാത്ത ക്രിമിനൽ തർക്കങ്ങളിലും അതിവേഗ പരിഹാരത്തിനായുള്ള കേരള സ്റ്റേറ്റ് ലീഗൽ സർവീസസ് അതോറിറ്റി ആരംഭിച്ച പദ്ധതി സമയം പദ്ധതി. ഹരിയാന സംസ്ഥാന വനിതാ കമ്മീഷന്റെ ബ്രാൻഡ് അംബാസിഡറായി നിയമിതനായ ഇന്ത്യൻ ക്രിക്കറ്റ് താരം ഷെഫാലി വർമ്മയാണ്. ജർമ്മൻ വാച്ച് പുറത്തുവിട്ട ക്ലൈമറ്റ് റിസ്ക് ഇൻഡെക്സ് 2026 പ്രകാരം 1995-2024 കാലഘട്ടത്തിൽ പ്രകൃതി ദുരന്തങ്ങൾ ഏറ്റവും കൂടുതൽ ബാധിച്ച രാജ്യം ഡൊമിനിക്ക. 2026 വനിതാ പുരുഷ ലോകകപ്പ് ഹോക്കി മത്സരങ്ങളുടെ വേദി ബെൽജിയം, നെതർലാൻഡ്. 68ാമത് ഗ്രാമി അവാർഡിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ഇന്ത്യയിൽ നിന്നുള്ള ആത്മീയ ആൽബം സൗണ്ട്സ് ഓഫ് കുംഭ. സംവിധാനം സിദ്ധാന്ത് ഭാട്ടിയയാണ് സംവിധാനം. 68ാമത് ഗ്രാമി അവാർഡിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ഇന്ത്യയിൽ നിന്നുള്ള ആത്മീയ ആൽബം സൗണ്ട്സ് ഓഫ് കുംഭ സംവിധാനം ചെയ്തത് സിദ്ധാന്ത് ഭാട്ടിയയാണ്. ആരാണ് സംവിധാനം? സിദ്ധാന്ത് ഭാട്ടിയ. അടുത്തിടെ അന്തരിച്ച പ്രമുഖ പരിസ്ഥിതി പ്രവർത്തകയും പത്മശ്രീ പുരസ്കാര ജേതാവും സാലുമരദ തിമ്മക്ക. 114 വയസ്സായിരുന്നു സാലുമരദ തിമ്മക്കക്ക്. ട്രീ വുമൺ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നു. 2019 പത്മശ്രീ ലഭിച്ചത്. പരിസ്ഥിതി പ്രവർത്തക ആയിരുന്നു. ചന്ദ്രപതി രാമായണം എന്ന 15-ാം നൂറ്റാണ്ടിലെ ബംഗാളി കാവ്യത്തിന്റെ ഹൃദ്യമായ മലയാള പരിഭാഷ നിർവഹിച്ചത് ഗീതാഞ്ജലി കൃഷ്ണനാണ്. ആദ്യത്തെ ബംഗാളി കവയത്രിയാണ് ചന്ദ്രപതി. ഓക്കെ ആണല്ലോ. അപ്പൊ ശരി, താങ്ക് യു.